ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്തിന്റെ വിഷയമാണ്. ഓൾറെഡി നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കെതിരായിട്ട് നമ്മുടെ താത്ത ചെയ്ത ഒരു വീഡിയോ, അതിനെതിരെ ദയ വന്നിട്ടുണ്ട്. ആ ഒരു ദയ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിന ബീബി ഒരു മനുഷ്യനല്ല, ഒരു ജീവിയാണ് എന്നുള്ള രീതിയിലാണ് ദയ സംസാരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ മഞ്ജു പിള്ളയും ദയയും കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഒരു ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഒരു ലൈവിന്റെ ക്ലിപ്പിംഗ്സിലോട്ട് പോവാം. ദിസ് ഇസ് ഫോർ മൈ പീപ്പിൾ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് അമ്മയുടെ ഫാൻസിനും എന്റെ ഫാൻസിനും പറയാൻ പറ്റില്ല, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ടേഴ്സ് പീപ്പിൾ, അതാ ഞാൻ പറഞ്ഞത്, സപ്പോർട്ടേഴ്സ്. അമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ്? എന്ത് ഫീല്? ഞാൻ അത് ആലോചിച്ചിട്ടും കൂടി ഇല്ല, നല്ല ഫീൽ ഉണ്ടാവുള്ളൂ. ചോദ്യം നല്ല ഉത്തരം. ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് യൂസ്ലെസ് സ്റ്റഫ് which is happening. Useless stuff, but ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ബട്ട് ആസ് എ മദർ എവിടെയോ ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ഫാമിലി, നമ്മുടെ കുഞ്ഞുങ്ങളെ, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെ പറയുമ്പോൾ ആസ് എ മദർ നമുക്കൊരു വേദന ഉണ്ടാവും. ഇവിടെ ഒരു വേദന, നോട്ട് എന്താ പറയാ, പേടി, അല്ലെങ്കിൽ അങ്ങനെയല്ല. എനിക്ക് എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല, അത് എന്ത് ചെയ്യാൻ പറ്റുന്നല്ല, അല്ല എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ അത് മാത്രമല്ല, എന്നെ എത്രയോ പേര് എന്നെ സ്വന്തം മകളായിട്ട് കാണുന്നു. അമ്മ അത് നല്ലതല്ലേ മോനെ? മനസ്സിലായി, അതൊക്കെ നല്ലതല്ലേ? ഒരാൾക്ക് അതല്ല, എന്നെ എത്രയോ പേര് എന്നെ മകളായിട്ട് നല്ലതല്ലേ എന്ന് ചോദിക്കുന്നത്. നിങ്ങളെ പറ്റിയല്ല പറഞ്ഞ കേട്ടോ. നിങ്ങള് ഒരു സ്പെസിഫിക് ആളുണ്ട്, ആ ആള് കൊറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ആള് പറഞ്ഞതാണ് ഞാൻ മകളെ പോലെയാണെന്ന്. ഒരു മകളെ പോലെ കാണുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് ഞാനും കുറച്ച് പറയും. ഇത് എനിക്ക് എല്ലാത്തിനേക്കാളും കുറച്ചും കൂടി ഇതാണ് എനിക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് പേഴ്സണലി. എനിക്ക് ചിലവര് ഒരാളുണ്ടായിരുന്ന പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. പക്ഷെ ദാറ്റ് ഒരു ആണായിരുന്നു. ഹി വാസ് സപ്പോർട്ടിങ് മീ. ഒരു വീഡിയോ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞ കുട്ടിയുടെ ഇഷ്ടം, കുട്ടിയുടെ ഡ്രസ്സ്, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷെ അതിന്റെ താഴെ ഒരു കമന്റ് വന്നിരുന്നു, വേറെ ഏതൊരു നല്ലൊരു മനുഷ്യൻ. ഇത് എനിക്ക് അവര് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് പെയ്ഡ് PR ആണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത ആള് തന്നെ പറഞ്ഞു സംശയമില്ലാതെ ഇല്ലാന്ന്. അപ്പൊ ഞാൻ ഇത് രണ്ട് കൊളംകാര, ഇത് എന്താ എനിക്ക് മനസ്സിലായില്ല. മേ ബി അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും. ഇറ്റ്സ് ഫൈൻ, കംപ്ലീറ്റ്ലി ഫൈൻ. ബട്ട് ഇത് ഒന്നല്ല, പല ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സെയിം തിങ്, പെയ്ഡ് PR. ഇതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിൽക്കണോ? ഓ അല്ല, എൻ്റെ ചോദ്യം അതാണ്. ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ മണ്ട ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കാൻ നിൽക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം ആൾക്കാർ പല സ്ഥലത്തിരുന്നും പല ഇതാവും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് അത് ഇട്ടതെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിനക്ക് എങ്ങനെ അറിയാമെന്ന്. നമ്മൾ അറിഞ്ഞുകൂടാത്ത രണ്ട് വ്യക്തികൾ ഇരുന്ന് എവിടെ വരുന്നു, നമ്മുടെ പേഴ്സണലി അറിയാത്ത രണ്ടുപേരാണ് അല്ലേ? പേഴ്സണലി അറിയാത്ത രണ്ടുപേരിരുന്ന് എനിക്കൊരു കമന്റ് വന്നിരിക്കുന്നു ഇപ്പൊ, കുറച്ച് ഓവറാണെന്ന് ആണ് യൂട്യൂബിൽ. ഓവറാക്കി കാണിക്കട്ടെ മക്കളെ, ഞാൻ ഓവറാവട്ടെ. ഇനി അടുത്ത പായ അമ്മയായിരുന്നു. എന്റെ മോളെ പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഞാൻ പൂട്ടിക്കും. ആ വീഡിയോ ഇപ്പൊ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് പഴയ കുറച്ച് വീഡിയോസും അല്ലെങ്കിൽ അതും എടുത്തിട്ട് മഞ്ജു പിള്ള പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അതൊരു 1 or 2 years ബാക്ക് എടുത്ത വീഡിയോ, പല ഇന്റർവ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള കട്ടുകൾ കൊടുത്തിട്ടാണ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴല്ലാതെ ഒരു വാക്കുപോലും ആരോടും ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതെടുത്ത് തന്നെ പറയണം. ഒരാൾക്കും ഞാൻ ഒരു പേഴ്സണലി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോടും ഞാൻ എന്താ പറയണ്ടേ, ഇത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു കാര്യങ്ങൾ പുറത്ത് പറയുവാണെങ്കിൽ ഞാൻ ഒഫീഷ്യലി പറയുള്ളൂ. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ആദ്യമായിട്ടല്ലേ ഇവിടെ വന്ന് സംസാരിക്കും. ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടേ പറയുള്ളൂ. ഇത് എന്റെ മോളുടെ ചാനലിൽ സംസാരിക്കുന്നു എന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് എടുത്തു പറയണം. അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ആൾക്കാർ ഇടാനുള്ള ഇടും, ഇനിയിപ്പോ എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. അനദർ കമന്റ്സ് ഞാൻ കുറച്ച് കണ്ടതമ്മ. ഇതൊക്കെ നടന്നിട്ടും ഹൗ ആർ വി സോ കൂൾ, ഹൗ ആർ വി why are we not acting on it and why are we so cool and chill?
ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ താല്പര്യമേ ഇല്ല. എവിടെയോ ഇരുന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിന് മറുപടി കൊടുക്കാനായിട്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ അവരത് ചോദ്യം ചെയ്തേനെ, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചേനെ. പക്ഷേ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന, ഞങ്ങളും എല്ലാവരും അതിൽ ഉൾപ്പെട്ടതാണ്, ഓക്കെ, ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ എടുത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഒരു അമ്മ എന്ന സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ മക്കളെ കുറിച്ച് ഞങ്ങൾക്കായാലും ശരി, ഞങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വേദനയാണ്. അതുപോലെ തന്നെ അവരൊരു അമ്മയാണ്, അവരുടെ മകളെ കുറിച്ച് പല കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മ എന്ന നിലയിൽ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടാവും. പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ പോകാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾക്കെതിരെ പോകാനേ നേരം കാണത്തുള്ളൂ, പ്രതികരിച്ചുകൊണ്ടിരിക്കാനേ നേരം കാണത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ പുറകെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും നിൽക്കേണ്ട. ഇപ്പൊ ഈ ഒരു ലൈവിൽ നിന്ന് അവർ ചെയ്ത ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അതിനെതിരെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റിപ്ലൈ, എല്ലാ കാര്യത്തിനും നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. മനസ്സിലാക്കേണ്ടവരാണ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരേണ്ടത്. ഓക്കെ, അപ്പം ഇവർക്ക് ഇവരുടെ ഈ ലൈഫിൽ ഇത് ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. എവിടെയോ വരുന്ന ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അതിന്റെ പുറകെ പോകാൻ നിന്നാൽ അതിന് മാത്രമേ നേരം കാണത്തുള്ളൂ. അവരുടെ ലൈഫിലുള്ള ആരെങ്കിലും, അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പ്രതികരിച്ചേനെ. ഓക്കെ, പക്ഷെ ഇത് അങ്ങനെയല്ല. അന്യരാണ്, എവിടെയെങ്കിലും ഇരുന്ന് വിവരമില്ലായ്മ ഒരു കുറ്റമല്ല എന്നുള്ള രീതി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ബൈ.